ഹായ് ഹലോ ഗൈസ്, 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ ഇന്ന് 62 ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ലെഗിനും ആപ്സിനുമാണ്. ഫസ്റ്റ് വർക്കൗട്ട് ബാർബൽ സ്ക്വാട്ടാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ആറ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെഗിന് 6 വർക്കൗട്ട്, ആപ്സിന് 6 വർക്കൗട്ടായിട്ട് രണ്ടാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാർബൽ സ്ക്വാട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർക്കൗട്ട് ലെഗ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റിൽ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുക. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്. വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർക്കൗട്ട് ലൈൻ ലെഗുകളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് അറൗണ്ട് ഒരു 150 സംതിങ് വെയിറ്റിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റഡ് മെഷീൻ കാഫ് റൈസ് ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. സീറ്റഡ് ആണ് ചെയ്തത്. ഇത് ലൈൻ ലെഗുകളാണ്. ലൈൻ ലെഗുകൾ കഴിഞ്ഞിട്ട് സീറ്റഡ് മെഷീൻ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ഇതിൻ്റെ വർക്കൗട്ട് ഉണ്ട്. മൂന്നാമത്തെ ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് ബാർബൽ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബോളു, അതിന് വീഡിയോ ഇല്ല. അത് കഴിഞ്ഞിട്ട് ആപ്സിന് വർക്കൗട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വർക്കൗട്ട് നീലിംഗ് കേബിൾ ക്രഞ്ച് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. സീറ്റഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ആപ്സിന് എടുക്കുക. റെസ്റ്റ് എടുത്തിട്ട് എടുക്കുക. ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുക, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് നീലിംഗ് കേബിൾ ക്രഞ്ച് കഴിഞ്ഞിട്ട് ഹാങ്ങിങ് സ്ട്രൈറ്റ് ലെഗ് ഹിപ്പ് റൈസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ക്ലോസ് ടു ഫെയിലിയർ ആണ്. നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം കോർ ടൈറ്റ് ആക്കണം. വീഡിയോ എടുത്തപ്പം പ്രശ്നം വന്നതാണ്, ശ്രദ്ധിച്ചില്ല ഞാൻ. എന്നെടുത്തതിൻ്റെ കുഴപ്പമാണ്, അത് കുഴപ്പമില്ല. രണ്ടാമത്തെ ഹാങ്ങിങ് സ്ട്രൈറ്റ് ലെഗ് ഹിപ്പ് റൈസ് ആണ്. അത് നല്ലൊരു വർക്കൗട്ടാണ്. ആപ്സിന് ഏറ്റവും മെയിനായിട്ട് 3 വർക്കൗട്ടാണെന്നുള്ളത് നീലിങ്, ഹിപ്പ് സ്ട്രൈറ്റ് ലെഗ് ഹിപ്പ് റൈസ്, പിന്നെ സിറ്റപ്സ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഫോക്കസ് ചെയ്യേണ്ട വർക്കൗട്ടുകൾ ആപ്സിന് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ വർക്കൗട്ട് ഡിക്ലൈൻ സിറ്റപ്പാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. അതാണ് ലൈങ് ഫോർ ലെഗ് റൈസ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വർക്കൗട്ട് കേബിൾ സൈഡ് ബെൻഡ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം ചെയ്യേണ്ടത്. സിറ്റപ്സ് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ടാണ്. ടൈം എടുത്ത് ചെയ്യുക, നിർബന്ധമില്ല. ഞാൻ ബേണിങ്ങിന് ആയതുകൊണ്ട് എനിക്ക് സ്റ്റാമിന സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് പോവും. 4 സെറ്റ് 5 സെറ്റൊക്കെ പോവും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആറാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആദ്യത്തെ വീഡിയോ മുതൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് മനസ്സിലാവും. ആപ്സൊക്കെ വിസിബിളായി തുടങ്ങി. കാഫും കാര്യങ്ങളും എല്ലാം ഒരു ഓൾമോസ്റ്റ് വിസിബിളായി തുടങ്ങി. ഇനി ഒരു മാക്സിമം 1 മന്ത് കൂടെ ആകുമ്പോൾ ഫുൾ കട്ടാവും. ബാക്ക് ടു നല്ല രീതിയിൽ അത്രയും വരത്തില്ല വർക്കൗട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് കേബിൾ സൈഡ് ബെൻഡാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. സൈഡ് ബെൻഡ് ചെയ്യുമ്പോൾ വൺ സൈഡ് എത്രയാണോ വെയിറ്റ് വരുന്നത് എത്ര അക്കൗണ്ടാണോ വരുന്നത്, ലെഫ്റ്റിൽ വരുന്നത് അതേ അക്കൗണ്ട് റൈറ്റിലും കൊടുക്കുക. എല്ലാം വൈഡിലാണ് ചെയ്യുന്നത്. വീഡിയോയിലും എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ നോക്കും. വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ആറാമത്തെ വർക്കൗട്ട് സ്ട്രെയിറ്റ് ലെഗ് റേഷൻ ടെസ്റ്റ് ആണ്. വെയിറ്റഡ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. ഇത് കഴിഞ്ഞുള്ള വർക്കൗട്ട് സ്ട്രെയിറ്റ് ലെഗ് റേഷൻ ടെസ്റ്റ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ക്ലോസ് ടു ഫെയിലിയർ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് വർക്കൗട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും.